ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും. നമസ്കാരം. 24-ലെ ശ്രീകണ്ഠൻ നായർ രോഷാകുലനായിട്ട് സംസാരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിന്റെ സഹായം തേടും. നിങ്ങൾക്ക് ഈ മന്ത്രിമാരോടും ബസ്സിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. എന്താണ് കാരണമെന്നല്ലേ? കഴിഞ്ഞ ദിവസം 24-ലെ ഒരു റിപ്പോർട്ടറെ, ഒരു വനിതാ ജേർണലിസ്റ്റിനെ അവരുടെ പേരിൽ പിണറായി പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. അതിനെതിരെയുള്ള രോഷപ്രകടനമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഞങ്ങൾ പേന ഉന്തുന്നവരാണെങ്കിൽ, മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം വരെ അടരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കണ്ട കഴിഞ്ഞ 30 കൊല്ലത്തിലധികമായി, ഏകദേശം 40 കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിന്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇത് ആദ്യ തവണയല്ല, ഇത് 2ാം തവണയാണ്. ആദ്യ തവണ നമ്മൾ പൊട്ടന്നു വെച്ചു. 2ാം തവണ വിനീത എന്നൊരു സാധു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ? ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണോ? ഇത് നാടൊട്ടുക്ക് നവകേരള സദസ്സ് കൊണ്ടു കിടക്കുന്നു വെച്ച് എല്ലാ പത്രപ്രവർത്തനം വീട്ടിൽ കയറി കഥടച്ചിരിക്കണോ? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇനി കേസ് എന്താണെന്നല്ലേ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ ചെരുപ്പെറിഞ്ഞിരുന്നു. അവരെ ചെരുപ്പെറിയാൻ പ്രേരിപ്പിച്ചത് ഈ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രേരണ കുറ്റമൊക്കെ ചുമർത്തിയായിരിക്കാം ഒരുപക്ഷെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെയാണ് ശ്രീകണ്ഠൻ നായർ ഇത്രയും രോഷാകുലനായിട്ട് സംസാരിക്കുന്നത്. കുറേ കാലമായിട്ട് 24 എന്ന ചാനൽ പിണറായി സർക്കാരിനെയും LDFനെയൊക്കെ വല്ലാതെ അങ്ങ് പുകഴ്ത്തുകയും വെളുപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയതിൽ ഒരു അത്ഭുതമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചെരുപ്പെറിയാൻ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രേരിപ്പിച്ചത് 24-ലെ ഈ ജേർണലിസ്റ്റാണ് എന്നറിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവരത് ചെയ്യാൻ തയ്യാറായിരിക്കും എന്നാണ് പൊതുജനങ്ങളും പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. ശബരിമല പ്രക്ഷോഭ സമയത്ത് അന്ന് ഇല്ലാത്തൊരു വ്യാജ ചെമ്പോലത്തിട്ടൂരം മോൺസൺ മാവുങ്കൽ എന്ന ആ ഫ്രാഡിനെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ TV-യിലൂടെ കാണിച്ച് അതിന് വലിയ പ്രചാരം കൊടുത്ത കൂട്ടരാണ് ഈ 24-ഉം ശ്രീകണ്ഠൻ നായരും ഒക്കെ. പിന്നീട് ഈ മോൺസൺ മാവുങ്കലൊക്കെ അറസ്റ്റിലായ സമയത്താണ് ഇത് വ്യാജമായിട്ടുണ്ടാക്കിയതാണ് എന്നൊക്കെ തെളിഞ്ഞത്. അപ്പോൾ അവരുടെ ഈ ചാനലിൻ്റെ റീച്ച് കിട്ടാനും മറ്റുമൊക്കെ ആയിട്ട് എന്ത് കൃത്രിമവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് എന്ന് ഇതിനകം തന്നെ തെളിഞ്ഞ ടീമാണ്. അപ്പോൾ പറയാൻ പറ്റില്ല, മുഖ്യമന്ത്രിക്ക് നേരെ ഈ ചെരുപ്പെറിയാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ചിലപ്പം ഇവർ പ്രേരിപ്പിച്ചത് തന്നെയാവാം. എന്തായാലും ഇതറിഞ്ഞപ്പോൾ ഈ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ളവരും പൊതുജനങ്ങളിൽ ബഹുഭൂരിപക്ഷമൊക്കെ നന്നായിപ്പോയി, ഇവർക്ക് അത് തന്നെ കിട്ടണം എന്ന അഭിപ്രായമാണ് ഞങ്ങളോട് ഉൾപ്പെടെ അവർ പ്രകടിപ്പിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ സെൻസേഷന് വേണ്ടിയിട്ട് ഇത്തരം വാർത്തകളൊക്കെ വളച്ച് തിരിച്ചുണ്ടാക്കുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഇതുപോലൊരു തിരിച്ചടി കിട്ടുമ്പോഴേ പാഠം പഠിക്കത്തുള്ളൂ. അതിന് ഇങ്ങനെ കിടന്ന് രോഷാകുലനായിട്ട് ഒരു കാര്യവുമില്ല മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന ആ പഴമൊഴി ഈ അടുത്ത കാലത്തും നമ്മൾ ഒരുപാട് കേട്ടതാണല്ലോ. ഇത് നിങ്ങൾ പണ്ട് കൊടുത്തതിൻ്റെ ഇപ്പോൾ കിട്ടിയതാണെന്ന് കൂട്ടിയാൽ മതി. നമോ വാഗം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.